പൂരം കലക്കിയത് ADGP ആണ് എന്ന വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ ശക്തമായ പ്രതികരണത്തിലേക്ക് BJP എത്തുന്നില്ല. ADGP നടത്തിയ കൂടിക്കാഴ്ചകൾ അത് നേരത്തെ തന്നെ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ, അതേസമയം പൂരത്തോടനുബന്ധിച്ച് പൂരത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മുൻപുള്ള ദിവസങ്ങളിലും തൊട്ടടുത്ത ദിവസങ്ങളിലുമൊക്കെ ആയിട്ട് ജയകുമാറുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ അത് തൃശ്ശൂരിൽ വെച്ച് തന്നെയാണെന്ന് പറയുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആംബുലൻസിലുള്ള വരവ്, അവിടെ VS സുനിൽകുമാറും K മുരളീധരനും ഒക്കെ എത്തുന്നതിന് മുമ്പ് അവിടെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ എത്തിച്ചേരുകയാണ്. VIP വാഹനങ്ങൾ പോലും കടത്തിവിടാത്ത റോഡിലൂടെ ആംബുലൻസിലെത്തുകയാണ് സുരേഷ് ഗോപി. ഇതൊക്കെ തന്നെയും കൃത്യമായ ആലോചിച്ചുറപ്പിച്ച് നടപ്പാക്കിയ തന്ത്രമാണ്, അതൊരു സ്ട്രാറ്റജിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ശ്രീ ഷാബു പ്രസാദ്. സ്മൃതി, ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യം ശ്രീ VS സുനിൽകുമാർ, അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടമുള്ള വളരെ മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം CPIയുടെ ആളാണ്. എൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെയൊക്കെ എതിർചേരിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പറഞ്ഞു തീർക്കുമ്പം അദ്ദേഹം ഫയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കാലുകളിലേക്കാണ്. അദ്ദേഹം ഭാഗമായിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിനെതിരെയാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും മുഴുവനും. അവിടെയാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. ഒരു സംസ്ഥാന മന്ത്രി ഇതുപോലെ നിസ്സഹായനായി വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വിലപിക്കുന്ന ഒരവസ്ഥ, തന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി വിലപിക്കുകയാണ് അദ്ദേഹം. വിലപിക്കുന്ന ഒരു സംഭവം എനിക്ക് എൻ്റെ ഓർമ്മയിലെങ്ങുമില്ല. ഹലോ, ഓക്കെ ശരി, സോറി. എന്തായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭാഗമായിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗമായിരിക്കുന്ന മുന്നണി ഭരിക്കുന്ന സർക്കാർ എന്നാണ്, അത്രയേ ഉള്ളൂ. അത് മുൻമന്ത്രി, സോറി, സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവരുടെ ആരോപണം കുറച്ച് ഗുരുതരമാണല്ലോ ശ്രീ ഷാബു പ്രസാദ്. ഇതിന് BJPയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുണ്ടോ? ADGPയുടെ ഈ അസാധാരണ കൂടിക്കാഴ്ചകൾ, ആ കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിക്കാത്ത സർക്കാർ, മുഖ്യമന്ത്രിയായാലും ശക്തമായി പ്രതികരിക്കുന്നില്ല, അപ്പുറത്ത് പാർട്ടി സെക്രട്ടറി ആയാലും പ്രതികരിക്കുന്നില്ല. RSS ADGP കൂടിക്കാഴ്ച DGP അന്വേഷിക്കട്ടെ എന്ന് പറയുക, ഇതിലൊന്നും അസ്വാഭാവികതയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എൻ്റെ സ്മൃതി, ഇപ്പം ഒരു കാര്യമുണ്ട്. അവരുടെ സർക്കാരിൻ്റെ അകത്തെ അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും അവർ തമ്മിലുള്ള പരസ്പര ആരോപണത്തിനും ബാക്കിയുള്ളവർ എന്തുത്തരം പറയാനാണെന്ന് അത് അവർ തമ്മിൽ തീർക്കട്ടെ. പിന്നെ ജയകുമാർ DGPയെ കണ്ടു, ADGPയെ കണ്ടു, മറ്റുള്ളവരെ കണ്ടു. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ജയകുമാർ എന്ന വ്യക്തി, അദ്ദേഹം RSSന്റെ പ്രചാരകനാണ്, സംഘപ്രചാരകനാണ്, RSSന്റെ സമ്പർക്ക പ്രമുഖ് എന്ന ഒരു പദവിയിൽ ആ ഒരു ചുമതലയുള്ള ആളാണ്. സമ്പർക്ക പ്രമുഖ്, ജോലി, അദ്ദേഹത്തിന്റെ ചുമതല എന്ന അത് തന്നെയാണ് പറയുന്നത്. സമ്പർക്ക പ്രമുഖിൻ്റെ ചുമതല എന്ന് പറയുന്നത് സമ്പർക്കമാണ്. അതായത് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആൾക്കാരുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെടുക, അവരുമായിട്ട് സംവദിക്കുക, സംഭാഷണം നടത്തുക, ഇതാണ് സമ്പർക്ക പ്രമുഖിൻ്റെ ചുമതല എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ ആ സംഘടന ഏൽപ്പിച്ച ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല. RSSന്റെ ചുമതലപ്പെട്ടവർ ഇതേപോലെ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരും അക്കാഡമിക് തലങ്ങളിലുള്ളവരും രാഷ്ട്രീയക്കാരുമായിട്ടും എല്ലാ ആൾക്കാരുമായിട്ടും നിരന്തരം സമ്പർക്കം നടത്തുക എന്നുള്ളത് RSSന്റെ ഒരു പ്രവർത്തന ശൈലിയാണ്, പ്രവർത്തന രീതിയാണത്, പ്രവർത്തന പദ്ധതിയാണത്. ഇതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണതൊന്നും അല്ല. കഴിഞ്ഞ 100 വർഷമായിട്ട് RSS പിന്തുടരുന്ന ഒരു പ്രവർത്തന രീതിയാണത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ വിവാദം ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, RSS അതിൻ്റേതായ രീതിയിൽ അങ്ങനെ പോവുകയും ചെയ്യും. നിങ്ങൾക്കിത് പുതിയ കാര്യമായിരിക്കും, നിങ്ങൾക്കിത് പുതിയ വാർത്തയായിരിക്കും. പക്ഷേ RSSനെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ അറിയാവുന്നവരെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ തുടർച്ചയായി ഇവരെ കണ്ടതിന് പിന്നിലെ യുക്തി എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. അതെന്തിനായിരുന്നു എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അതിന് പിന്നിൽ ആരാണെന്നാണ് അന്വേഷിക്കുന്നത്. അതായത് അതിനകത്ത്
ഇതാണ് അത് തന്നെയാണ് സ്മൃതി ഞാൻ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല, ഇത് നിരന്തരം നടക്കുന്ന കാര്യമാണ്. ശരി, എത്രയോ കാലങ്ങളായി നടക്കുന്ന കാര്യമാണിത്. ശരി ശരി. നിങ്ങൾക്കിത് ഇപ്പോഴാണ്, നിങ്ങൾക്കിത് പുതിയ അറിവാണെന്ന് കരുതി അപ്പോഴാണ് നിങ്ങൾക്കിത് ഏതാണ്ട് വലിയ സംഭവമായിട്ട് തോന്നുന്നത്. വലിയ സംഭവമാകുന്നുണ്ടല്ലോ. തൃശ്ശൂരിൽ വിജയിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ, അപ്പോൾ വലിയ സംഭവമാവുകയാണ്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, പ്രതിപക്ഷത്തിന്റെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാനിതൊന്ന് തീർത്തോട്ടെ സ്മൃതി ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇനിയും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ഈ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതായത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി മാനിപ്പുലേറ്റ് ചെയ്ത വിജയമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടക്കമുള്ളവർ അധിക്ഷേപിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങളുടെ പൗരബോധത്തെയും രാഷ്ട്രീയ ബോധത്തെയുമാണ്. ഈ തൃശ്ശൂർ ഇഷ്യൂ ഉണ്ടായില്ലായിരുന്നെങ്കിലും സുരേഷ് ഗോപി സുഖമായിട്ട് തന്നെ ഇവിടെ ജയിക്കുമായിരുന്നു. ശരി ശരി ശരി. ഞാൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനിലേക്ക് പോകുന്നു. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ശരി ശ്രീ ബലദേവ്, ശരി ഞാൻ അടുത്ത ആളിലേക്ക് പോകട്ടെ. ശ്രീ ഷാബു പ്രസാദ്, സർക്കാരിന്റെ അകത്തെ തന്നെയും ഇടതുപക്ഷ മുന്നണിക്കകത്തെയും പരസ്പരം തമ്മിലുള്ള ഈ അടി പോരാട്ടത്തിനടക്കം സംഘപരിവാരം അത് അവര് തന്നെ തീർക്കട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.